ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബഷീർ ക്വിസ് പാർട്ട് 2വുമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഒന്നാമത്തെ ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാര്യ ഫാബി ബഷീർ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മ പങ്കുവയ്ക്കുന്ന ആത്മകഥാപരമായ പുസ്തകമാണ് ബഷീറിൻ്റെ എടിയെ. ആരാണ് ഈ പുസ്തകരചനയ്ക്ക് ഫാബി ബഷീറിനെ സഹായിച്ചത്? ഉത്തരം താഹ മാടായി. ബഷീറിൻ്റെ ഭാര്യയായ ഫാബി ബഷീറിനെ ബഷീറിൻ്റെ എടിയെ എന്ന പുസ്തകരചനയ്ക്കായി സഹായിച്ചത് താഹ മാടായി. ഉമ്മ ഞാൻ കാന്തീനെ തൊട്ടു. ബഷീറിൻ്റെ പ്രശസ്തമായ വാക്യമാണിത്. ഗാന്ധിജി ഏത് സമരത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് ബഷീർ അദ്ദേഹത്തെ തൊട്ടത്? ഉത്തരം വൈക്കം സത്യാഗ്രഹം. ഉമ്മ ഞാൻ കാന്തീനെ തൊട്ടു എന്ന ബഷീറിൻ്റെ പ്രശസ്തമായ വാക്യമാണിത്. ഗാന്ധിജി വൈക്കം സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് ബഷീർ അദ്ദേഹത്തെ തൊട്ടത്. പ്രേമലേഖനത്തിലെ കഥാപാത്രങ്ങളായ കേശവൻ നായരും സാറാമ്മയും തങ്ങളുടെ കുട്ടികൾക്ക് ഇടാൻ വച്ച പേരെന്ത്? ഉത്തരം ആകാശമിഠായി. പ്രേമലേഖനത്തിലെ കഥാപാത്രങ്ങളായ കേശവൻ നായരും സാറാമ്മയും തങ്ങളുടെ കുട്ടികൾക്ക് ഇടാൻ വച്ച പേരാണ് ആകാശമിഠായി. ഗ്രാമഫോണിൽ നിന്ന് ഒഴുകിയെത്തുന്ന പാട്ടുകളും കേട്ട് ഒരു സുലൈമാനിയും കുടിച്ച് ബഷീർ വിശ്രമിച്ചിരുന്നത് തനിക്കിഷ്ടപ്പെട്ട ഒരു മരത്തിനടിയിലായിരുന്നു. ഏതാണ് ഈ മരം? ഉത്തരം മാംഗോസ്റ്റീൻ. ഗ്രാമഫോണിൽ നിന്ന് ഒഴുകിയെത്തുന്ന പാട്ടുകളും കേട്ട് ഒരു സുലൈമാനിയും കുടിച്ച് ബഷീർ വിശ്രമിച്ചിരുന്നത് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാംഗോസ്റ്റീൻ മരത്തിനടിയിലായിരുന്നു. ബഷീറിൻ്റെ മകളായ ഷാഹിനയുടെ അരുമയായ പൂച്ചയാണ് കൈസുകുട്ടി. ഈ പൂച്ചയെ കേന്ദ്ര കഥാപാത്രമാക്കി ബഷീർ എഴുതിയ കൃതി ഏത്? ഉത്തരം മാന്ത്രിക പൂച്ച. ബഷീറിൻ്റെ മകളായ ഷാഹിനയുടെ അരുമ പൂച്ചയായ കൈസുകുട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി ബഷീർ രചിച്ച കൃതിയാണ് മാന്ത്രിക പൂച്ച. ബഷീർ ഛായയും ഓർമ്മയും എന്ന പുസ്തകം രചിച്ചത് ബഷീറിൻ്റെ അപൂർവങ്ങളായ ചിത്രങ്ങൾ ക്യാമറയിൽ പകർത്തിയ ഒരു ഫോട്ടോഗ്രാഫറാണ്. ആരാണ് ഇദ്ദേഹം? ഉത്തരം പുനലൂർ രാജൻ. ബഷീർ ഛായയും ഓർമ്മയും എന്ന പുസ്തകം രചിച്ചത് പുനലൂർ രാജൻ. അദ്ദേഹമാണ് ബഷീറിൻ്റെ അപൂർവങ്ങളായ ചിത്രങ്ങൾ ക്യാമറയിൽ പകർത്തിയ ഫോട്ടോഗ്രാഫർ. കോഴിക്കോട്ടെ നാടകവേദികളിൽ നിന്ന് ബഷീർ കണ്ടെടുത്തതാണ് ഈ നടനെ. അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് പത്മദലാക്ഷൻ എന്നാണ്. എന്നാൽ ബഷീർ തന്നെ ഇട്ട മറ്റൊരു പേരിലാണ് അദ്ദേഹം സിനിമാ രംഗത്ത് പ്രശസ്തനായത്. ഏതാണ് ആ പേര്? ഉത്തരം കുതിരവട്ടം പപ്പു. കോഴിക്കോട്ടെ നാടകവേദികളിൽ നിന്ന് ബഷീർ കണ്ടെത്തി പിൽക്കാലത്ത് സിനിമാ രംഗത്ത് പ്രശസ്തനായ ആളാണ് കുതിരവട്ടം പപ്പു എന്നറിയപ്പെടുന്ന പത്മദലാക്ഷൻ. ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിൻ്റെ പേരെന്ത്? ഉത്തരം കടുവക്കുഴി ഗ്രാമം. ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമമാണ് കടുവക്കുഴി ഗ്രാമം. കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് കിളിരൂർ രാധാകൃഷ്ണൻ രചിച്ച ബാലസാഹിത്യ കൃതി ഏത്? ഉത്തരം ഒരിടത്തൊരു ഫയൽ വാൻ. കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് കിളിരൂർ രാധാകൃഷ്ണൻ രചിച്ച ബാലസാഹിത്യ കൃതിയാണ് ഒരിടത്തൊരു ഫയൽ വാൻ. മരണശേഷം പ്രസിദ്ധീകരിച്ച ബഷീറിൻ്റെ നോവൽ? ഉത്തരം പ്രേം പാറ്റ. മരണശേഷം പ്രസിദ്ധീകരിച്ച ബഷീറിൻ്റെ നോവലാണ് പ്രേം പാറ്റ. മരിക്കുന്നതിന് മുൻപ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യൻ്റെ കഥ പറയുന്ന ബഷീർ കൃതി ഏത്? ഉത്തരം തേന്മാവ് എന്ന കഥ. മരിക്കുന്നതിന് മുൻപ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യൻ്റെ കഥ പറയുന്ന ബഷീർ കൃതിയാണ് തേന്മാവ് എന്ന കഥ. ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു. ഇങ്ങനെ പറഞ്ഞ നിരൂപകനാര്? ഉത്തരം എം.എൻ. വിജയൻ. ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു എന്നഭിപ്രായപ്പെട്ട നിരൂപകനാണ് എം.എൻ. വിജയൻ. ബഷീറിൻ്റെ ജീവചരിത്രമായ ബഷീറിൻ്റെ ഐരാവതങ്ങൾ രചിച്ചതാര്? ഉത്തരം ഇ.എം. അഷ്റഫ്. ബഷീറിൻ്റെ ജീവചരിത്രമായ ബഷീറിൻ്റെ ഐരാവതങ്ങൾ രചിച്ചത് ഇ.എം. അഷ്റഫ്. ചങ്ങമ്പുഴയെ ഒരു ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ എഴുതിയ കഥ? ഉത്തരം ഒഴിഞ്ഞ വീട്. ചങ്ങമ്പുഴയെ ഒരു ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ എഴുതിയ കഥയാണ് ഒഴിഞ്ഞ വീട്.
ഏത് സ്വാതന്ത്ര്യസമര സേനാനിയെ തൂക്കിലേറ്റിയപ്പോഴാണ് ബഷീർ കോഴിക്കോട് ജയിലിൽ 3 ദിവസം നിരാഹാര സത്യാഗ്രഹം നടത്തിയത്? ഉത്തരം ഭഗത് സിംഗ്. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയപ്പോഴാണ് ബഷീർ കോഴിക്കോട് ജയിലിൽ 3 ദിവസം നിരാഹാര സത്യാഗ്രഹം നടത്തിയത്. ബഷീർ ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത് ഏത് കുറ്റത്തിന്? ഉത്തരം കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്തതിന്. ബഷീർ കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്തതിനാണ് ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത്. ബഷീർ നടത്തിയ ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഗ്രന്ഥം? ഉത്തരം ചെവിയോർക്കുക അന്തിമ കാഹളം. ബഷീർ നടത്തിയ ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥമാണ് ചെവിയോർക്കുക അന്തിമ കാഹളം. ബഷീറിനെ സുൽത്താൻ എന്ന് വിളിച്ചത് ആരായിരുന്നു? ഉത്തരം ബഷീർ തന്നെ. ബഷീർ തന്നെയാണ് ബഷീറിനെ സുൽത്താൻ എന്ന് വിളിച്ചത്. ജയിൽ മോചിതനായ ശേഷം ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാൾ ഏത്? ഉത്തരം സർക്കിൾ ബുക്ക് സ്റ്റാൾ. ജയിൽ മോചിതനായ ശേഷം ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാളാണ് സർക്കിൾ ബുക്ക് സ്റ്റാൾ. ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി കമൻറ്റ് ചെയ്യുക.